നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ നിവിൻ പോളി നായകനായി അഭിനയിച്ച മിഖായേൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ 10 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. നമുക്കെല്ലാം അറിയാം നിവിൻ പോളി ഇന്ന് ഏത് റേഞ്ചിലാണ് നിൽക്കുന്നതെന്ന്. തൊട്ടതെല്ലാം പൊന്നാക്കി സൂപ്പർ ഹിറ്റുകളാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നിവിൻ പോളിയുടെ ഏറ്റവും അവസാനമായി തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് മിഖായേൽ. ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ഉണ്ണി മൂന്തൻ എന്ന് പറയുന്ന ഹീറോ തന്നെയാണ്. ചിത്രം നല്ലൊരു അഭിപ്രായം നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് നേടിയത്. ബാക്കിയുള്ള ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ നിവിൻ പോളി ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിത്രത്തിന്റെ കളക്ഷനും അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്ര നല്ലൊരു ഹെവി എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ആയിരുന്നില്ല ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പിന്നെ കഴിഞ്ഞ ആഴ്ച 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം എത്തിയതോടുകൂടി ചിത്രത്തിന്റെ കളക്ഷനിൽ നല്ല രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചിത്രം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം സ്റ്റഡി കളക്ഷനിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. ചിത്രം ഇനിയും മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ രീതിയിലുള്ള ഓഡിയൻസ് ഇപ്പോഴും ചിത്രത്തിന് വരുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നിവിൻ പോളി നായകനായ മിഖായേൽ എന്ന് പറയുന്ന ചിത്രം 10 ദിവസം കൊണ്ട് കേരളത്തിനകത്ത് നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത് 8,56,00,000 രൂപയാണ്. ഒരു നിവിൻ പോളി ചിത്രത്തെ കഴിഞ്ഞു പോയ കുറച്ച് സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു നിവിൻ പോളി ചിത്രത്തിന് കിട്ടുന്ന കളക്ഷനിൽ അല്പം താഴെയാണ് ഈ 8,56,00,000 രൂപ എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ചിത്രം ഈ 10 ദിവസം കൊണ്ട് കേരളത്തിൽ കളിച്ചിരിക്കുന്നത് 4,745 ഷോസാണ്. 4,745 ഷോസ് ചിത്രം കഴിഞ്ഞ 10 ദിവസം കൊണ്ട് കേരളത്തിനകത്ത് കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 8,56,00,000 രൂപയാണ്. ഏകദേശം നമുക്കൊരു 40% ഒക്യുപ്പൻസി നമുക്ക് ഇതിലൂടെ കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും. ആ രീതിയിലുള്ള ഒരു ശരാശരി ഓഡിയൻസിന്റെ റെസ്പോൺസോട് കൂടി തന്നെയാണ് ചിത്രം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച പേരൻപ് പോലുള്ള സിനിമകൾ വരാനിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള അടുത്ത ആഴ്ചയിലുള്ള കളക്ഷന്റെ കാര്യം എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുമാണ്. എന്തായാലും ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് 10 ദിവസം കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത് 1,91,00,000 രൂപയാണ്. 1,91,00,000 രൂപ കേരളത്തിന് പുറത്തും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി ചിത്രം നേടിയിരിക്കുന്നു. ചിത്രം 963 ഷോസ് കേരളത്തിന് പുറത്തുള്ള തിയേറ്ററുകളിൽ കളിച്ചിട്ടുണ്ട്. ഈ 963 ഷോസിൽ നിന്നാണ് ചിത്രം 1,91,00,000 രൂപ കളക്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ കളക്ഷൻ 10 ദിവസത്തെ വന്നിരിക്കുന്നത് 10,47,00,000 രൂപയാണ്. 10 ദിവസം കൊണ്ട് ചിത്രം 10,47,00,000 രൂപ കിട്ടി എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളുമായി നോക്കുമ്പോൾ ഏകദേശം ഒരു 3-4 കോടി രൂപയുടെ കുറവ് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ചിത്രങ്ങളിലെല്ലാം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഏകദേശം 10 കോടിക്ക് അടുത്ത് കളക്ട് ചെയ്തിരുന്നു. ഇതിപ്പോൾ 10 ദിവസം കൊണ്ട് ചിത്രം നേടിയത് 10,47,00,000 രൂപയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസ്. ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫാമിലി ഓഡിയൻസ് ആണ്. ആരാധകർ എന്ന് പറയുന്ന വിഭാഗം ആദ്യത്തെ 3-4 ദിവസം മാത്രമേ തിയേറ്ററിൽ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം വരുന്നത് ലോങ് റൺ എന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ടാണ്. എന്നാൽ ചിത്രത്തിന് അത്രത്തോളം ഒരു ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ യുവാക്കളുടെ സപ്പോർട്ട് ഇപ്പോഴും ചിത്രത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് കോളേജ് വിദ്യാർത്ഥികളും ആ റേഞ്ചിലുള്ള ഓഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ചിത്രം ഒരു സ്റ്റഡി കളക്ഷനിലൂടെ മുന്നോട്ട് പോകുന്നു. ഇനി അടുത്ത ആഴ്ചത്തെ കാര്യം എന്താണെന്ന് നമുക്ക് ഉറപ്പിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം പേരൻപ് പോലുള്ള വലിയ സിനിമകൾ വരാനിരിക്കുന്നു. എന്തായാലും ചിത്രം സാമ്പത്തിക ലാഭം നേടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. 10 ദിവസം കൊണ്ട് 10,47,00,000 രൂപ മോശമല്ലാത്ത കളക്ഷൻ നിവിൻ പോളി ചിത്രങ്ങളെ ബാക്കിയുള്ള ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യാതെ നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.